നിങ്ങൾക്ക് ഈ കണ്ണേറിലൊക്കെ വിശ്വാസമുണ്ടോ? എന്നെനിക്ക് കുറച്ചധികം വിശ്വാസമുണ്ട്. പണ്ടെങ്ങാനും എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയാൽ പിറ്റേന്ന് പനി പിടിക്കുന്ന ജീവിയായിരുന്നു ഞാൻ. അന്ന് മുതലേ ഇങ്ങനെ കേട്ടിട്ടാണോ എന്നറിയില്ല, അതോ ലൈഫിൽ പലപ്പോഴും പലതും അനുഭവിച്ചിട്ടാണോ എന്നറിയില്ല, കണ്ണേറ് എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് പവർഫുള്ളാണ്, റിയൽ ആണെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. അതുകൊണ്ട് തന്നെയാണ് ഒരു 1.5 മാസം മുന്നേ ഇനി മേലെ ഈ ചാനലിൽ ഒരു വീഡിയോ പോലും ഞാൻ ഇടില്ല എന്നോർത്ത് ജീവിതത്തിൽ കട്ടും മടക്കി ഓടിയത്. ആകെ എൻ്റെ 400-500 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. 10 ആൾ തികച്ച് വീഡിയോ പറഞ്ഞ് ലൈക്ക് ചെയ്താൽ ഭയങ്കര അച്ചീവ്മെന്റ് എന്ന് തോന്നാൻ പാകത്തിന്. അങ്ങനെ കുറച്ച് പാവം പിടിച്ച മനുഷ്യരും ഞാനും മാത്രമുള്ള ഈ സ്ഥലം ഒരു സമാധാന അന്തരീക്ഷത്തിലായിരിക്കും എന്നെ വെൽക്കം ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ ഇവിടെ ഒരു വീഡിയോ ഇട്ടാൽ 2ൻ്റെ അന്ന് എനിക്ക് പണി കിട്ടും. അങ്ങനെ അവസാനം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരു 1.5 പണി എനിക്ക് കിട്ടിയത്. ഭയങ്കര സ്ട്രഗിൾ, ഭയങ്കര ലൈഫിലൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. ഞാനൊന്ന് പ്രാക്ടിക്കലായി ചിന്തിച്ച് നോക്കിയിട്ട് എന്ത് തേങ്ങയാണ് എന്നെയൊക്കെ കണ്ണു വയ്ക്കാനും മാത്രമുള്ളത്. ഒരു വേലി കൂലി പോലും ഇല്ല. 10-26 വയസ്സായിട്ടും സ്വന്തമായിട്ട് വരുമാനം പോലും ഇല്ലാതെ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന എന്നെയൊക്കെ കണ്ണു വയ്ക്കാനും മാത്രം അത്രയ്ക്ക് ഗതി കിട്ടുമ്പോൾ ആരാ ഇവിടെ എന്ന് ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ലോജിക്കൊന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ ഇനി മേലായുടെ വീഡിയോ ഇടുണ്ടാന്ന് പറഞ്ഞ് ഞാൻ വാരി കെട്ടിപ്പറക്കി പോയി. പക്ഷേ ആകപ്പാട് എൻ്റെ ഈ വെറുതെ ഇരിക്കുന്ന ബോറടി ലൈഫിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ വലിയ ചന്തമില്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിടുന്നതാണ്. അപ്പം ഞാൻ ഒരു മാസം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കും. അതിനിടയിൽ ലൈഫ് സ്മൂത്തായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നമായിരിക്കും വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഒരാഴ്ച പോലും എനിക്ക് കംപ്ലീറ്റ് സ്മൂത്ത് ആയിട്ടുള്ളത് ചിന്തിക്കാനേ ഇല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ ഓർത്തു നോക്കാം ഒരു മാസം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എങ്ങും ഒരു വീഡിയോയോ പോസ്റ്റോ പോലും ചെയ്യാതെ തന്നെ തലയ്ക്ക് മേലെ യുദ്ധം വന്നു നിന്നത്. ഇത് നാട്ടിലെ LPG പ്രശ്നമുള്ള യുദ്ധമല്ല കേട്ടോ. തലയുടെ മുകളിലൂടെ ഫൈറ്റർ ജെറ്റുകൾ പറന്നു പോകണതിൻ്റെ ശബ്ദവും രാത്രി ഉറക്കത്തിനിടയ്ക്ക് അലേർട്ട് മെസ്സേജുകളും നിങ്ങളിപ്പോൾ ഹോസ്റ്റൽ ഏരിയയിലാണ് ഇപ്പോൾ ബോംബ് വീഴുന്നു പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും അവിടെ എവിടെയും പൊട്ടിയ കഥകളും ഒക്കെ കേട്ട് ജീവൻ കയ്യിൽ പിടിച്ച് പേടിച്ചിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ വരാനുള്ളതൊന്നും വഴി തങ്ങില്ലാന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ എത്തിപ്പെട്ട് കാരുണ്യമുള്ളവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം കേട്ടോ.